സബ്ജക്ട് അങ്ങോട്ടൊക്കെ കയറിപ്പോയല്ലേ. അപ്പൊ കൂണിലേക്ക് വരികയാണെങ്കിൽ തന്നെ കൂൺ ഒരു എന്താ പറയുക റൊമാൻറ്റിക് ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു നമ്മൾ ഇങ്ങനത്തെ ഒരു ജോണർ വരുമ്പോൾ തന്നെ പ്രഷർ എക്സ്പെക്ട് ചെയ്യും. ഒരു 10 മിനിറ്റ് വെച്ചെങ്കിലും എക്സൈറ്റഡ് ആയിരിക്കും, ഒരു ട്വിസ്റ്റ് എലമെന്റ് ഉണ്ടാകുന്ന ഒരു ഫിലിം ആയിരിക്കണമെന്ന്. അങ്ങനത്തെ എല്ലാ എലമെന്റ്സും മിക്സ് ചെയ്തൊരു ഫിലിമാണോ? അങ്ങനത്തെ ഒരു എലമെന്റ്സ് മിക്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മെയിനായിട്ട് കാരണം വെച്ചാൽ ഇപ്പൊ റീസെന്റ് ഫുട്ടേജ് എന്നൊരു എക്സ്പെരിമെന്റൽ ഫിലിം ഇറങ്ങിയായിരുന്നു. അതൊരു വേറൊരു ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഹോളിവുഡിൽ കാണുമ്പോൾ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു, ഡോക്യുമെന്ററി അങ്ങനത്തെ ഒരു ഫീലിംഗുകൾ ചെയ്ത ഫിലിം ആയിരുന്നു അത്. ഇത് ആ ഒരു ജോണർ അങ്ങനത്തെ ഒരു പെടുത്താൻ പറ്റുന്ന ഒരു പടമാണോ അത്? നമ്മുടെ സിനിമയും തീർച്ചയായിട്ടും ഒരു ഈവൻ നമ്മളുടെ ഇപ്പോൾ ക്യാമ്പസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കളറിങ്, നമ്മുടെ കോസ്റ്റ്യൂംസും നമ്മുടെ ഡയലോഗ്സും ഒക്കെ ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടും അല്ലെങ്കിൽ മലയാളത്തിൽ അങ്ങനെ സ്ഥിരം കാണുന്ന പാറ്റേണിൽ നിന്ന് മാറി തന്നെയാണ്. നമ്മുടെ കഥയാണെങ്കിൽ ഇപ്പോൾ ഓക്കെ ഇതൊരു ത്രില്ലർ സിനിമയാണ്, അതുകൊണ്ട് ഓരോ 5 മിനിറ്റിലും ട്വിസ്റ്റ് വേണമെന്ന് അങ്ങനെയല്ല. അത് ട്വിസ്റ്റ് അവിടെ എന്താ പറയുക കറക്റ്റ് ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ട്വിസ്റ്റ് ഉള്ളൂ. അല്ലാണ്ട് കഥ സഞ്ചരിക്കും പിന്നെ ട്വിസ്റ്റിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ത്രൂ ഔട്ട് കഥ എടുക്കുമ്പോൾ അത് എൻഗേജ്ഡ് ആയോ അല്ലെങ്കിൽ അത് പ്രേക്ഷകർക്ക് കണക്റ്റ് ആയോ എന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഞാനീ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പല സിനിമകളുടെ റിവ്യൂ തന്നെ വരുന്നുണ്ടല്ലേ, ഫസ്റ്റ് ഹാഫ് സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് വരും, സെക്കൻഡ് ഹാഫ് സൂപ്പറാണെന്ന് പറയും. നേരെ തിരിച്ച് ഫസ്റ്റ് ഹാഫ് മോശമാണെന്ന് പറഞ്ഞു പറയും, സെക്കൻഡ് ഹാഫ് നല്ല. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു ടോട്ടൽ പ്രൊഡക്റ്റിനെ പകുതിയിട്ട് കട്ട് ചെയ്തിട്ട് അഭിപ്രായം പറഞ്ഞിട്ടല്ല. ശരിക്കും അത് ഫുൾ കണ്ട് തീർത്തതിന് ശേഷം മാത്രമാണ് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുകയാണ്, ഒരു ഇപ്പോൾ എന്താ പറയുക ഒരു ചിക്കൻ കറി വയ്ക്കുകയാണ്, അത് പകുതി വേവാകുമ്പോൾ എടുത്ത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നാവും എന്നും പറയാൻ പറ്റില്ല, മോശമാവെന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് നമ്മൾ മോശം എന്ന് വിചാരിച്ചാലും നല്ലതാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഇടയ്ക്ക് കയറി പോസ്റ്റ് മോർട്ടം ചെയ്യാൻ പോകണ്ട. അത് ആ സിനിമ ഒന്ന് കഴിയട്ടെ, കണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കണം സിനിമയ്ക്ക്. ഇത് ഒരാളുടെ അഭിപ്രായം, ഞാനൊരു സിനിമ കൊണ്ട് എനിക്കിഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് നിങ്ങളിത് കാണണ്ട എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു തെറ്റെന്നല്ല, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയാനേ പാടില്ല. ഇപ്പോൾ എനിക്കൊരു കളർ ഇഷ്ടമാണ്, എനിക്കിപ്പോൾ ബ്ലാക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്, ബ്രോക്ക് ചിലപ്പോൾ ഗ്രീൻ ആയിരിക്കും, സിത്തുവിന് ചിലപ്പോൾ യെല്ലോ ആയിരിക്കും. അപ്പോൾ സിത്തു വന്നിട്ട് എന്നെ പറയുകയാണ്, ഓ ബ്ലാക്ക് ഒരിക്കലും ഇടരുത് കേട്ടോ, യെല്ലോ ഇടുന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എൻ്റെ ഇഷ്ടം നോക്കണം. അതെനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എൻ്റെ മാത്രമാണ്. അത് മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് അതൊക്കെ ഒത്തിരി പുറകെയായിട്ടുള്ള ചിന്താഗതിയാണ്. ഇത്രയും അഡ്വാൻസ്ഡ് ആയ ആൾക്കാർ, ഇത്രയും എഡ്യൂക്കേറ്റഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സിനിമയാണെങ്കിലും അത് കണ്ട് അത് തീർന്നതിന് ശേഷം അത് ജഡ്ജ് ചെയ്യാൻ പോവുക. സ്വന്തം അഭിപ്രായം അന്ന് കൃത്യമായിട്ട് പറയുക. നിങ്ങളിത് കാണരുതെന്ന് പറഞ്ഞാൽ തന്നെ അത് അവരതിൻ്റെ ഭാഗമല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സിനിമ കഷ്ടപ്പെട്ടു അതുകൊണ്ട് വിജയിപ്പിക്കണമെന്നൊന്നും അല്ല പറയുന്നത്. നമ്മൾ പുതിയ ആൾക്കാരാണ് അതുകൊണ്ട് വിജയിപ്പിക്കണമെന്നല്ല പറഞ്ഞത്. നല്ല സാധനമാണെങ്കിൽ അത് വിജയിപ്പിക്കുക, കൈവിട്ടിട്ടില്ല. അപ്പോൾ നമ്മളുടെയും ഒരു കോൺഫിഡൻസ് തന്നെ, വ്യത്യസ്തമായ പരീക്ഷണ സിനിമകളോ വ്യത്യസ്തമായ സിനിമകളോ പ്രേക്ഷകർ കൈവിട്ടിട്ടില്ല. അത് എത്തേണ്ട ജനഹൃദയങ്ങൾ എത്തിയിട്ടുണ്ടെന്നുള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ സിനിമയും കാണുന്ന പ്രേക്ഷകർക്ക് എത്തും എന്നുള്ളതാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് എത്തട്ടെ, നമ്മളെ സംബന്ധിച്ച് വലിയൊരു എന്താ പറയുക പ്രൊമോഷൻ ഭയങ്കരമായുള്ള ഒരു തിയേറ്ററും ഭയങ്കര കാര്യങ്ങളില്ലാത്തതുകൊണ്ട് നമുക്ക് വലിയൊരു പേടിയുണ്ട്. ഓഫ് കോഴ്സ് പേടിയുണ്ട്. ബട്ട് അത് ജനങ്ങൾ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ കവർ ചെയ്ത് വരും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അതുകൊണ്ട് ആദ്യത്തെ ദിവസങ്ങളൊക്കെ നിങ്ങൾ കാണുന്ന ആൾക്കാർ പടമൊന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അതെ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം. അത്ര അല്ലാണ്ട് നമ്മൾ ഇഷ്ടപ്പെടാത്ത സാധനം 100 ദിവസം ഓടിക്കുന്നൊന്നും പറയാൻ അത്ര മണ്ടന്മാരല്ല നമ്മളാരും. ഫ്യൂച്ചർ പ്രൊജക്റ്റ് എന്ന് പറയാനായിട്ട് ഇപ്പോൾ ഒരു തമിഴ് സിനിമ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിലീസും ഉടനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ചിലപ്പം നെക്സ്റ്റ് ഇയറിലേക്കായിരിക്കും അതിൻ്റെ റിലീസ് ഉണ്ടാവുക. നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, പോസ്റ്റ് പ്രൊഡക്ഷനും കഴിഞ്ഞിട്ട് ബിസിനസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അത് ഈ പറഞ്ഞ ഞാൻ ആദ്യം പറഞ്ഞ ധന്യ ബാലകൃഷ്ണൻ മെയിൻ ലീഡ് ചെയ്യുന്ന ഒരു ഹൊറർ മൂവിയാണ്. ഡബിൾ റോളാണ് അതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഇറ്റ്സ് ഓൾസോ ആൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരുപാട് സസ്പെൻസ് എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു പടമാണ്. അപ്പോൾ അത് ഇനി ഇതുപോലത്തെ ഒരു ക്യാരക്ടർ കിട്ടണമെന്ന് ആഗ്രഹം, ഇത് കിട്ടുമായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ജോണർ പടം കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു ഇതെന്തായിരിക്കും? ഇതുപോലെ എനിക്ക് ഒരു കോമഡി ചെയ്യാൻ എനിക്ക് ഭയങ്കര പാടാണെന്ന് തോന്നുന്നു. എനിക്ക് കോമഡി പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ ചിരിപ്പിക്കാനാണ് ഏറ്റവും പാട്. ഒരാളെ ലൊക്കേഷനിലൊക്കെ ഞങ്ങൾ ഭയങ്കര ചിരിപ്പിക്കലാറുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കോമഡി ഒക്കെ ചെയ്യാൻ പറ്റും. കാരണം അല്ല ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളൊരു മൊമെന്റ് ലൈവ് ആക്കണ എങ്ങനെയാണ്, അതിൻ്റെ കുറേ തമാശകൾ. അപ്പോൾ നമ്മൾ വളരെ പ്രത്യേകിച്ച് ഭക്ഷണ സമയത്തൊക്കെ ഞങ്ങൾ കൂടുതലും സ്ക്രിപ്റ്റ് റീഡിങ് സമയത്തൊക്കെ റൂം അടച്ച് ഞങ്ങളവിടെ ചിരിയും ബഹളമൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല.
ഇപ്പൊ ആൾക്കാർ പറയുന്ന പോലെ എൻ്റെ ചിരി കണ്ടിട്ടാണ് ആൾക്കാർക്ക് ചിരി വരിക. ഞാൻ പറയുന്ന കണ്ടന്റ് ചിലപ്പോൾ ചളിയായിരിക്കും, എൻ്റെ ചിരി കണ്ടിട്ടായിരിക്കും കൂടെ ഇരുന്നിട്ട് എല്ലാവരും ഒരാൾ ചിരിച്ചല്ലോ, എന്താ വേല കൂടെ ചിരിച്ചേക്കാം. അതെ അതെ സത്യമായിട്ടും. എന്നാ തോന്നുന്നു ആ ഞാൻ ഡാൻസിങ് സ്റ്റാർസ് ഷൂട്ട് നടക്കുന്ന സമയത്തുണ്ട് എല്ലാരും ചിരിക്കുകയായിരിക്കും അവിടെ. അപ്പൊ ചിരിച്ചുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ അടുത്ത് എന്താ സംഭവം എന്താ ചിരിക്കണെന്തിനാ, അത് ചിരിച്ചുകൊണ്ടായിരിക്കും അവർ ചോദിക്കുക. അപ്പോൾ പക്ഷേ നമ്മളത് അഭിനയിച്ച് വെൽപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ച് കോമഡിയാണ് ഏറ്റവും പാട്. അത് ലെജൻസ് ആയ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാർ അത് പറയേണ്ട കാര്യമില്ല. ഒരാളെ ചിരിപ്പിക്കാൻ അത്ര എളുപ്പമല്ല, അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കേണ്ട കാര്യമില്ലേ. അതെ. അപ്പം ഇതുപോലെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് തന്നെയാണ് ഇഷ്ടം. സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ, ഒരു വില്ലൻ, ഒരു വയലന്റ് ക്യാരക്ടർ ഒക്കെ ചെയ്യാൻ ഇഷ്ടം. അങ്ങനത്തെ കഥാപാത്രങ്ങൾ വരട്ടെ തീർച്ചയായും. അതെ, ഫൈറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നു. അറിയില്ലെങ്കിലും തല്ലുപിടി ഇറ്റടിക്കാനല്ലാതെ വേറെ ഒന്നും അറിയില്ലെങ്കിലും. ബ്രോയ്ക്കോ ഇങ്ങനെ? എനിക്ക് തീർച്ചയായിട്ടും വ്യത്യസ്തമായ സിനിമകൾ ചെയ്യണം. ഇപ്പം ഈ നമ്മളുടെ ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് അറിയാമോ, ഈ ഒരു ആക്ടർ ആരായിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ അവരൊരു സിനിമ ചെയ്തൊരു ഹിറ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ അവർ ലോക്ക് ചെയ്യാണ്. എന്ന് വെച്ചാൽ പ്രേക്ഷകർ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യാണ്, ഇന്ന ടൈപ്പ് സിനിമകൾ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു ആക്ടറെ ശരിക്കും പറഞ്ഞാൽ, അതായത് നമ്മൾ ഒരു ആക്ടറുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്താ, ഒരു സിനിമയിൽ നിന്ന് മറ്റൊരു സിനിമയിൽ ലുക്ക് വൈസും പെർഫോമൻസ് വൈസും മാറി വയ്ക്കണം എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അത് തേടി നിൽക്കുമായിരിക്കും ചിലപ്പോൾ. പക്ഷെ പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ ഒരു വലിയ വിഭാഗം ആൾക്കാർ പറയുകയാണ് ഇന്ന സിനിമകൾ മതി, ഇന്ന സിനിമകൾ മതി. ഇപ്പോൾ നമ്മളുടെ ഇവിടെ തന്നെ നമ്മുടെ ഇവിടെ തന്നെ സ്റ്റാഴ്സ് നോക്കിയപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിവിൻ പോളി, ഇങ്ങനത്തെ സിനിമകൾ മതി. അദ്ദേഹം മാറി പരീക്ഷിക്കാനായിട്ട് നന്നായിട്ട് പെർഫോമൻസ് ഉള്ള സിനിമകൾ ചൂസ് ചെയ്ത് വ്യത്യസ്തമായ സിനിമകൾ ചെയ്യാൻ നോക്കുമ്പോൾ പ്രേക്ഷകർ ഡിമാൻഡ് ചെയ്യണം അങ്ങനത്തെ സിനിമ വേണ്ട, ഇങ്ങനത്തെ സിനിമ. അപ്പോൾ ശരിക്കും അവിടെ ആക്ടർക്ക് പെർഫോമൻസിനോ അടുത്തടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റാണ്ട് നമ്മൾ വീണ്ടും ഡൗൺ ആവണം. അപ്പോൾ ദൈവം ഇത് കാണുന്ന പ്രേക്ഷകർ പറയുക അദ്ദേഹം വ്യത്യസ്തമായ സിനിമകൾ ചെയ്ത് നമ്മളെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് പ്രൂവ് ചെയ്യാൻ നോക്കട്ടെ. അതല്ലാണ്ട് ഇങ്ങനത്തെ സിനിമകൾ മാത്രം എന്നാൽ ഇതേ പ്രേക്ഷകർ തന്നെ ഒരു ഇപ്പോൾ എന്നോട് പറയാണ് ലിമൽ, നിങ്ങൾ ചെയ്യുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു കോമഡി സിനിമ, അത് ഭയങ്കര ഹിറ്റായി, ഇനി എല്ലാ പടം കോമഡിയാന്ന് പറഞ്ഞിട്ട് 4 കോമഡി പടം കഴിഞ്ഞ് 5ഉം 6ഉം പൊട്ടി കഴിയുമ്പോൾ പ്രേക്ഷകരെന്ന് പറയും അപ്പം ചുമ്മാ എല്ലാ പടം കോമഡി, എൻ്റെ ഇത് വേറെ ചെയ്യാൻ പാടില്ല. അപ്പോൾ പ്രേക്ഷകരിങ്ങനെ മാറുന്നതനുസരിച്ച് ആക്ടേഴ്സിന് ഒരിക്കലും മാറാൻ പറ്റില്ല. അവരുടെ ആംഗിളിൽ വരുമ്പോൾ അവർക്ക് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഒരു അനുവാദം കൊടുക്കണം. ഇത് മതി എന്ന് പറയുമ്പോഴാണ് പല നല്ല സിനിമകൾ അതുകൊണ്ട് ശ്രദ്ധിക്കപ്പെടാണ്ട് പോകുന്നുണ്ട്. അപ്പം അത് ആക്ടർക്ക് അതിനുള്ള ഫ്രീഡം കൊടുക്കുക. അപ്പോഴാണ് അദ്ദേഹത്തിന് വ്യത്യസ്തമായ സിനിമകൾ ചെയ്ത് അതിന് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും സാധനമുണ്ടല്ലോ. ചെയ്യുന്ന ജോലി ഒരേ ജോലി ചെയ്താൽ മടുക്കും, കണ്ടാലും മടുക്കും. അപ്പോൾ വ്യത്യസ്ത സിനിമകൾ വരുമ്പോൾ അത് നല്ല അക്സെപ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ തന്നെയാണ് താല്പര്യം. ലൈഫിൽ ഏറ്റവും വലിയ നീഡ് എന്ന് തോന്നുന്നുള്ളൊരു കാര്യം എന്തായിരിക്കും? ലൈഫിൽ നെസസറി ആയിട്ട് തോന്നിയിട്ടുള്ള ഇറ്റ്സ് മണി ഈസ് നെസസറി. നമ്മൾക്ക് മണി തരുന്ന ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് നമ്മൾ വളർന്നു വന്നൊരു സാഹചര്യം അങ്ങനെയായിരുന്നു. ഒരു 10 രൂപയ്ക്ക് സ്ട്രഗിൾ ചെയ്ത അമ്മേനെ കണ്ട് വളർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ആ കാശിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ നമ്മൾ ലൈഫിൽ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ സമാധാനം കുറഞ്ഞു പോയിട്ടുള്ളതും അതുകൊണ്ടാണ്. പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ കണ്ട് വളരുന്ന അനുസരിച്ചാണല്ലോ നമ്മളുടെ ക്യാരക്ടർ രൂപപ്പെടുക. അപ്പോൾ ഫൈനാൻഷ്യൽ ഫ്രീഡം തരുന്ന ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി തരുന്ന ആ ഒരു ഫ്രീഡം ഇതാണെന്ന് എനിക്ക് ലൈഫിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ലേഡീസിനും മാത്രമല്ല എല്ലാ ആളുകൾക്കും ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നു കഴിയുമ്പോഴത്തേക്കും അത് തരുന്നൊരു ഫ്രീഡം, ഒരു കോൺഫിഡൻസ് ഉണ്ട്. സോ മണി ഈസ് നെസസറി ഐ വിൽ സേ. ബ്രോയ്ക്കോ? ഞാൻ പീസ് എന്നുള്ളൊരു വാക്കിൽ ഒതുക്കുകയാണ്. സമാധാനം കിട്ടുന്ന എന്ത് കാര്യം സംഭവിക്കട്ടെ എന്ന് പറയാൻ പറ്റുള്ളൂ. എൻ്റെ സമാധാനം എൻ്റെ എന്നല്ല, ഒരുപാട് പേരുടെ സമാധാനം കളഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ്. തീർച്ചയായിട്ടും അതെല്ലാം. പക്ഷെ കാശ് മാത്രം പോരാ. ഇപ്പം എൻ്റെ അടുത്ത് ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് എടുത്ത് പറഞ്ഞതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇപ്പോൾ ട്രാവൽ ചെയ്യാനായിക്കോട്ടെ, ഇപ്പം എനിക്ക് എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ അമ്മ പറയുന്നൊരു കാര്യം ചെയ്തു കൊടുക്കാനാണെങ്കിൽ, എൻ്റെ ഒരു ഫ്രണ്ട് സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യം ഉണ്ടെങ്കിൽ, വേറൊരാളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ആദ്യം വരുന്നൊരു കാര്യം പൈസ തന്നെയാണ്. പൈസ തന്നെ വേണം. എല്ലാവരും ഇപ്പോൾ കുറേ ഈ പറഞ്ഞ പോലെ അതെ പൈസയൊക്കെ എന്തിനാണ്, സ്നേഹമുള്ളത്
സ്നേഹവും ഇതെല്ലാം ഉണ്ടായിട്ട് കാശില്ലാത്തൊരു അവസരം വന്നു കഴിയുമ്പോഴത്തേക്കും പീപ്പിൾ ആർ സ്ട്രഗ്ലിങ്. സോ കാശിന് വേണ്ടി എന്തും ചെയ്യുക എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. അല്ലല്ല ഞാൻ പറഞ്ഞത് ഇനിയിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇല്ലില്ല, ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം അത് അനുഭവിച്ചവർക്ക് നന്നായിട്ട് അറിയാം. തീർച്ചയായും. അപ്പം എന്തായാലും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. ഇനി ഒരുപാട് ചിത്രങ്ങൾ നിങ്ങളെ കാണാൻ സാധിക്കട്ടെ. ഈ സിനിമ വലിയൊരു ഹിറ്റ് ആവട്ടെ. ഇത്രയും സമയം ഞങ്ങൾക്ക് എടുത്തുന്നത് താങ്ക് യു. ഒരുപാട് സന്തോഷം. അടിപൊളി. സന്തോഷം.